ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൗർണമി രാത്രിയിലെ പ്രത്യേക ഉഴിച്ചിലുകൾ കൊണ്ട് തന്നെ കണ്ണന് അത്ഭുതകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നുണ്ട്. വീൽ ചെയറിൽ നിന്ന് പതുക്കെ എഴുന്നേൽക്കാനും കണ്ണന് കഴിയുന്നു. അങ്ങനെ കണ്ണൻ്റെ ആ അത്ഭുതകരമായിട്ടുള്ള മാറ്റം സാഗർ കാണാനിടയാവുന്നുണ്ടെങ്കിലും മാർക്കോയും തോമസ് വൈദ്യനും ഇക്കാര്യം നിന്നിൽ നിന്നും മൂന്നാമതൊരാൾ അറിയാൻ ഇടവരരുതെന്ന് ശക്തമായിട്ടുള്ള താക്കീത് സാഗറിന് നൽകുന്നുണ്ട്. അതിനുശേഷം അമ്പലത്തിലെത്തുന്ന മഹി ഇന്നലെ പൗർണമി രാത്രി എന്തൊക്കെയോ സംഭവിച്ചതായിട്ടുള്ള ഒരു തോന്നലുണ്ടെന്നും ആർക്കും ആപത്തൊന്നും ഉണ്ടാകരുതേ ദേവി, അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യവും പിന്നെ എൻ്റെ എല്ലാമായ കണ്ണേട്ടിന് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയണേ എന്നെല്ലാം മഹി ദേവിയുടെ മുന്നിൽ നിന്നും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം തൊഴുതിറങ്ങുന്ന മഹി ഇന്നെന്തോ ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചു മതിയാകുന്നില്ല, ഞാൻ ഒന്നുകൂടി ഒന്ന് തൊഴുതിട്ട് വരാം എന്ന് പറഞ്ഞ് മോഹിനിയോട് പറഞ്ഞ് വീണ്ടും അമ്പലത്തിനകത്തേക്ക് ചെല്ലുന്നു. ഇതേ സമയം സിദ്ധയായിട്ടുള്ള അമ്മ മഹിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷേ എല്ലാത്തിനും അവസാനം മോൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. മോൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിറവേറും. ഇനി മോളുടെ ദിവസങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ശത്രുക്കൾക്കെല്ലാം അവരർഹിക്കുന്ന തിരിച്ചടി തന്നെ കിട്ടും എന്നെല്ലാം അമ്മ പറയുന്നത് കേട്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് മഹി. തുടർന്ന് ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണെന്നും അമ്മ പുറത്ത് നിൽപ്പുണ്ട്, എൻ്റെ അമ്മയും അമ്മയെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കാണുന്നത് ഈ അമ്മയെ തന്നെയാണോ എന്ന് നിശ്ചയമില്ല. അമ്മ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി മോഹിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശേഷം മഹി മോഹിനിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാറില്ലേ സിദ്ധിയായിട്ടുള്ള ഒരു അമ്മയെക്കുറിച്ച്, ആ അമ്മ ഇപ്പോൾ അമ്പലത്തിനകത്ത് നിൽപ്പുണ്ട്, നമുക്ക് പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങണമെന്ന് പറയുമ്പോൾ ശരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിയും മോഹിനിയും കൂടി സന്തോഷത്തോടെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അമ്മയെ അവിടെ ഒന്നും കാണുന്നില്ല. അയ്യോ, അതിനിടയ്ക്ക് അമ്മ ഇത് എവിടെ പോയി, ഞാൻ പറഞ്ഞതാണ് അമ്മയും കൂട്ടി വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി മോഹിനിയുടെ പരിഭവം പറയുമ്പോൾ സാരമില്ല മോളെ, പിന്നീട് ഒരു ദിവസം നമുക്ക് അമ്മയെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി മഹിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. മഹി ഇതെല്ലാം പറയുന്നത് ചെറുപുഞ്ചിരിയോടുകൂടി അമ്മ അവിടെ മറഞ്ഞു നിന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം അമ്മ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ കണ്ണേട്ടനെയും കൂട്ടിക്കൊണ്ട് വേഗം എത്താം. എന്താണെന്നറിയില്ല, ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം കണ്ണേട്ടൻ്റെ അരികിൽ എത്തിയാൽ മതിയെന്നാണ് മനസ്സിലെന്ന് പറഞ്ഞുകൊണ്ട് മഹി വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിക്കുന്നു. അങ്ങനെ മഹി വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കണ്ണനും അനന്തുവിനും. തുടർന്ന് ഇന്നലെ മഹി ഇവിടെ ഇല്ലാത്ത രാത്രി കണ്ണൻ്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു. ഇന്നലെ ഇവന് വേണ്ടി തോമസ് സാറ് പ്രത്യേക ചികിത്സയൊക്കെ നടത്തിയെന്ന് അനന്ത് പറയുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ മഹിക്ക്. എന്താ കണ്ണേട്ട എന്ന് മഹി ചോദിക്കുമ്പോൾ തനിക്കറിയാലോ, കാലം ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഇന്നലത്തെ ഉഴിച്ചിലൂടെ ചെറുതായിട്ട് എനിക്ക് വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കാനൊക്കെ പറ്റുന്നുണ്ട്, ആരുടെയും സഹായമില്ലാതെ തന്നെ എന്ന് കണ്ണൻ പറയുമ്പോൾ അത് കേട്ട് എന്തെന്നില്ലാതെ സന്തോഷമാവുന്നുണ്ട് കേട്ടോ മഹിക്ക്. സന്തോഷം കൊണ്ട് കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരുന്നുണ്ട് മഹിയുടെ. കരഞ്ഞു പോവുകയാണ് മഹി ശരിക്കും. തുടർന്ന് കണ്ണൻ തൻ്റെ കാലുകളൊക്കെ തിരിക്കുകയും മടക്കിയൊക്കെ മഹിക്ക് നേരിട്ട് തന്നെ അത്ഭുതകരമായിട്ടുള്ള മാറ്റം മഹിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്ന് പോവുകയാണ് കേട്ടോ മഹിക്ക് അതൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് മഹി പറയുന്നുണ്ട്, അപ്പോൾ വെറുതെയല്ല ഇന്നലെ രാത്രി ദേഹം മുഴുവൻ തണുപ്പ് അരിച്ചിറങ്ങുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടത്, കണ്ണേട്ടൻ്റെയും മാറ്റം എനിക്ക് അവിടെ ഇരുന്ന് അറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നെല്ലാം മഹി പറയുമ്പോൾ അത് കേട്ട് കണ്ണനും അനന്തുവിനും ഒക്കെ ശരിക്കും അത്ഭുതമാവുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഇന്നലെ ഇവൻ ഒറ്റയ്ക്ക് വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് എൻ്റെയും മാർക്കോയുടെയും കൈ പിടിച്ച് 2 ചൂട് നടന്നു എന്ന് അനന്ത് പറയുമ്പോൾ ഇനി കണ്ണേട്ടൻ ആരുടെയും സഹായം കൂടാതെ ഒറ്റയ്ക്ക് നടക്കും, അതിനി അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല എന്നെല്ലാം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് തോമസ് സാറും പറഞ്ഞത്. പിന്നെ എൻ്റെയും മാറ്റം സാഗർ മനസ്സിലാക്കി, അതാണൊരു ആകെയുള്ളൊരു വിഷമമെന്ന് കണ്ണൻ പറയുമ്പോൾ അവൻ്റെ ചതി നമുക്കറിയാലോ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ആരോടും ഒന്നും പറയരുതെന്ന് ഞാനും മാർക്കോയും തോമസ് സാറും ഒക്കെ അവന് താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. എന്നാലും കണ്ണേട്ടന് നമ്മൾ വിചാരിക്കാത്ത വേഗത്തിൽ പുരോഗതി ഉണ്ടായല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളും ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്, അങ്ങനെയാണ് എൻ്റെ തീരുമാനമെന്നും തുടർന്ന് സിദ്ധിയായിട്ടുള്ള അമ്മ അമ്പലത്തിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മി കണ്ണനോടും അനന്തുവിനോടുമായിട്ട് പറയുന്നുണ്ട്. ശേഷം അവർ അഗസ്ത്യകൂടത്തിൽ നിന്നും ഡിസ്ചാർജായി മഹാലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന സാഗർ കണ്ണന് സംഭവിച്ചിട്ടുള്ള ഈ അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറയുന്നുണ്ട്. മഞ്ജുവിനും അത് കേട്ട് എന്തെന്നില്ലാത്ത സന്തോഷമാവുന്നുണ്ട്. കണ്ണൻ സാറിൻ്റെ നാട്ടിലിനും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടെന്നാണ് തോന്നുന്നത്.
കണ്ണൻ സാറ് മാർക്കോയുടെയും അനന്ത് സാറിൻ്റെയും കൈപിടിച്ച് നടക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു എന്നെല്ലാം സാഗർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. കണ്ണൻ സാറിന് സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം ആരോടും പറയാതെ മറച്ചു വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ മേഘനൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പോലും പറയാൻ പറ്റില്ല എന്നെല്ലാം സാഗർ പറയുമ്പോൾ കണ്ണേട്ടൻ ഏട്ടത്തിയുടെ കൈയും പിടിച്ച് നടക്കുന്നത് നമുക്ക് ഉടനെ കാണാൻ പറ്റും സാഗരേട്ടാ. അത്രയ്ക്ക് നല്ല മനസ്സാണ് രണ്ടുപേരുടെയും. ഞാനത് തിരിച്ചറിയാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. കണ്ണേട്ടൻ്റെയും ഏട്ടത്തിയുടെയും ആ നല്ല മനസ്സ് ഒരിക്കലും ദൈവം കാണാതിരിക്കില്ല. എൻ്റെ അമ്മയും അമ്മാവനുമൊക്കെ മരുന്ന് മാറ്റി വെച്ചില്ലായിരുന്നെങ്കിൽ പണ്ടേ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ തന്നെ സങ്കടപ്പെടുന്നുണ്ട് മഞ്ജു. പിന്നീട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ മഞ്ജു അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആരോ ഫ്രണ്ട് ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയും അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന മഞ്ജുവിൻ്റെ പുറകിലൂടെ വന്ന് ദേഹത്ത് കൈവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അലറി വിളിച്ചുകൊണ്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ മഞ്ജു. പക്ഷേ അത് വേറെ ആരുമല്ല, നമ്മുടെ സാഗർ തന്നെയാണ്. മഞ്ജുവിന് കിടലൊരു സർപ്രൈസ് ആയിക്കൊണ്ടാണ് കേട്ടോ സാഗർ വന്നിരിക്കുന്നത്. അതായത് അന്ന് ടെക്സ്റ്റൈൽസിൽ വെച്ച് മഞ്ജുവിന് വേണ്ടി വാങ്ങാൻ വെച്ചിരുന്ന ആ ഒരു സാരി വില കൂടുതൽ കാരണം അന്ന് വേണ്ട എന്ന് മഞ്ജു തന്നെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ആ ഒരു സാരി തന്നെയാണ് കേട്ടോ സാഗർ മഞ്ജുവിന് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഇന്ന് തോമസ് സാറിന് ശമ്പളം 1-ാം തീയതിയല്ലേ, ഇപ്പോൾ തോമസ് സാറ് ശമ്പളം തന്നു എന്നും അതിൽ നിന്നും ആദ്യമായിട്ട് മഞ്ജുവിന് വേണ്ടി ഈ സാരി വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ടാണ് കേട്ടോ സാഗർ മഞ്ജുവിന് ആ സാരി സമ്മാനിക്കുന്നത്. അപ്പോൾ മഞ്ജുവിനാണെങ്കിൽ സാഗറിൻ്റെ ആ ഒരു സ്നേഹവും എല്ലാം ആത്മാർത്ഥത എല്ലാത്തിലും വല്ലാതെ തന്നെ മനസ്സ് നിറഞ്ഞു പോകുന്നുണ്ട് മഞ്ജുവിൻ്റെ. അങ്ങനെ ആ സാരി മഞ്ജുവിന് കൊടുക്കുന്നു. ഇതേസമയം കരുണയും മുത്തശ്ശിയും പ്രതാപനും ചേർന്ന് അമ്പലത്തിൽ നിന്നും വഴിപാട് കഴിപ്പിച്ചു കൊണ്ടുവരുന്ന ആ പാൽ പായസത്തിൽ വൈദ്യൻ കൊടുത്തുവിട്ട വിഷമരുന്ന് ചേർത്ത് അത് മഹാലക്ഷ്മിയെ കൊണ്ട് കുടിപ്പിക്കാനുള്ള അപ്പോൾ മഹാലക്ഷ്മി പിടഞ്ഞ് മരിക്കുന്നതെല്ലാം ഇങ്ങനെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും അവരുടെ ആ കൊടും ചതി അത് അവർക്ക് തന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു തിരിച്ചടിയായിട്ടാണ് മാറാനായിട്ട് പോകുന്നത്. എന്തായാലും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു നല്ല എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്